അതിനോടനുബന്ധിച്ച വലിയ പരിപാടിയാണ്. അപ്പൊ ആ സമയത്ത് നമ്മുടെ ദർസ് നടക്കൂല. എന്നാൽ നാളെ ഖുലാസ സമാപനത്തിന് നേരത്തെ നിശ്ചയിച്ചു വെച്ചതും ആയിരുന്നു. അപ്പൊ അതുകൊണ്ട് ഇന്ന് കുറച്ചു സമയം ഓതാതെ പോയാൽ നാളെ നമ്മുടെ ഖുലാസ ദുആ പൂർത്തിയാകാതെ ഇടക്ക് ദ്വാരക്കേണ്ടി വരും. അങ്ങനെ ഒരു വിഷമം ഉള്ളത് കൊണ്ടാണ് ഇന്ന് ഒരു അരമണിക്കൂർ മുമ്പ് ഖുലാസ സലാമിനെ സംബന്ധിച്ച് വലിയ പ്രധാനപ്പെട്ട ഒരു പാഠമാണ്. അത് വളരെ ചുരുങ്ങിയ രീതിയിൽ വിശദീകരിക്കാതെ ആ പാഠം ഇന്ന് ഓതുക എന്ന് ഉദ്ദേശിച്ചത്. നമ്മുടെ ലൈവ് പരിപാടി വരുമ്പോഴേക്ക് ആ പാഠം ഓതിക്കഴിഞ്ഞാൽ നാളെ പിന്നെ ബഹുമാനപ്പെട്ട ബാവസ്താദ് പങ്കെടുക്കുന്ന ഖുലാസ ദർസ് സമാപനവും ദുആവുമായിരിക്കും. അപ്പൊ അതിനായി ഇത്തക്കിന്റെ പാഠം ലാസ്റ്റ് ബർക്കത്തിന് ഓതിയിട്ട് ദുആ ചെയ്യാം. അതുകൊണ്ടാണ് നേരത്തെ മൈക്കെടുത്തത്. പ്രിയപ്പെട്ട ഹാഫിദ് ഉസ്താദിനോടും അതുപോലെ തന്നെ ഓതാൻ വേണ്ടി വന്നിരുന്ന സുഹൃത്തുക്കളോടൊക്കെ ക്ഷമ ചോദിക്കുന്നു. ഓതാൻ ദർസിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ്. അൽബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين. أما بعد، اللهم اغفر لنا وارحمنا ولوالدينا ولمشايخنا ولأساتذتنا ولتلامذتنا ولشركائنا ولمصنف هذا الكتاب ولجميع علماء الدين. اللهم انفعنا بهم وبعلومهم وأسرارهم وبركاتهم في الدارين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. നമ്മളെ സക്കാഫി ഉസ്താദ് എത്തിയിട്ടുണ്ട്. നേരത്തെ നമ്മൾ ദർസ് തുടങ്ങുമ്പോത്തിന് സക്കാഫി ഉസ്താദ് എത്തുമെന്ന് സംശയമായിരുന്നു. അൽഹംദുലില്ലാഹ് എത്തിക്കാറുണ്ട്. അപ്പൊ നമുക്ക് അഹ്കാമുസ്സലാമിന്റെ ബാബ് വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ടാണ് 11 കാര്യങ്ങൾ പൊതുവായി എണ്ണിപ്പറഞ്ഞപ്പോ ജിഹാദിന്റെ പാഠവും സലാമിന്റെ പാഠവും പ്രത്യേകം എടുത്തു പറഞ്ഞത്. പക്ഷെ ഇന്നത്തെ പ്രത്യേക സാഹചര്യത്തിൽ കൂടുതൽ വിശദീകരിക്കാൻ സമയമില്ല. എന്നാൽ ഇടയ്ക്കൊരു പാഠം വിട്ട് ദുആ പാഠം അവസാനിപ്പിക്കണ്ട എന്ന നിലക്കാണ് നേരത്തെ പാഠത്തിലേക്ക് പെട്ടെന്ന് ഓതി തീർക്കാം എന്ന് വെച്ചത്. അല്ലാഹു തആല നല്ല നിലക്ക് കുറഞ്ഞ സമയം കൊണ്ടാണെങ്കിലും അത് ഓതാനും മനസ്സിലാക്കാനും നമുക്കൊക്കെ അല്ലാഹു തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വബിഹി നസ്തഈൻ. അഹ്കാമുസ്സലാമി, സലാമിന്റെ ഹുക്കുമുകൾ ഖുർആനായത്തിൽ തന്നെ ധാരാളം സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിലും ബർക്കത്തിന് വേണ്ടി ഇന്ന് ഹദീസ് മാത്രം പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത്. വഇദാ ഹയ്യിതും ബിതഹിയ്യത്തിൻ ഫഹയ്യൂ ബിഅഹ്സന മിൻഹാ ഔ റുദ്ദൂഹാ എന്ന് തുടങ്ങി വഇദാ ദഖൽതും ബുയൂതൻ ഫസല്ലിമൂ അലാ അൻഫുസികും തഹിയ്യത്തൻ മിൻ ഇൻദില്ലാഹി മുബാറകത്തുൻ ത്വയ്യിബ എന്ന് തുടങ്ങി സലാമിനെ കുറിച്ച് ഖുർആൻ തന്നെ പരാമർശിച്ചിട്ടുണ്ട്. അതിലേക്കൊന്നും കടക്കുന്നില്ല. ഹദീസ് കൊണ്ടാണ് ദർസ് പാഠം തുടങ്ങുന്നത്. അതുകൊണ്ട് ഹദീസിലേക്കാണ് വരുന്നത്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലാ തദ്ഖുലുൽ ജന്ന, നിങ്ങൾ ആർക്കും തന്നെ സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധ്യമാവുകയില്ല. ഹത്താ തുഅ്മിനു, നിങ്ങൾ യഥാർത്ഥ ഈമാനുള്ളത് അവരാവുന്നത് വരെ. ശരിയായ നിലക്ക് ഈമാൻ എപ്പോഴാണോ നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നത് അതുവരെ നിങ്ങളിൽ ഒരാൾക്കും തന്നെ സ്വർഗത്തിൽ പ്രവേശിക്കാൻ കഴിയില്ല. ഈമാൻ സ്വർഗത്തിൽ പ്രവേശിക്കാനുള്ള ഷർത്താണ്. ആ ഷർത്തനുസരിച്ച് ശരിയായ ഈമാൻ എപ്പോൾ ഉൾക്കൊള്ളാൻ പറ്റിയോ അങ്ങനെയുള്ളവർക്ക് മാത്രമേ സ്വർഗം കിട്ടൂ. എന്നാൽ വലാ തുഅ്മിനു, നിങ്ങൾ പരിപൂർണമായ മുഅ്മിനുകളായി തീരുകയില്ല. ഏതുവരെ? ഹത്താ തഹാബ്ബു, ഈമാനിന്റെ പേരിൽ പരസ്പരം നിങ്ങൾ മഹബ്ബത്ത് വെക്കുന്നത് വരെ. അതിപ്പോ ആളറിഞ്ഞോണം എന്നൊന്നുമില്ല. ഒരാൾ മുഅ്മിനാണോ അതിന്റെ പേര് ഈമാനിന്റെ പേരിലുള്ള മഹബ്ബത്ത്. ഈമാനുള്ള വ്യക്തി അവൻ കറുത്തവനാവട്ടെ, വെളുത്തവനാവട്ടെ, വലിയവനാവട്ടെ, ചെറിയവനാവട്ടെ, സ്ത്രീയാവട്ടെ, പുരുഷനാവട്ടെ, ഏതൊരുത്തനായാലും ഈമാനുണ്ടോ
അവനോടൊരു മഹബത്ത്. ഇങ്ങനെ പരസ്പരം ഹൃദയത്തിന്റെ ഉള്ളിൽ ഈമാനിന്റെ പേരിൽ പരസ്പരം മഹബത്ത് വെക്കുന്നത് വരെ നിങ്ങളുടെ ഈമാൻ പൂർണ്ണമല്ല. ഖൽബിൽ ഈമാനിന്റെ പേരിൽ ഈമാനുള്ള എല്ലാ വ്യക്തികളോടും മഹബത്ത് തോന്നുന്ന ഒരവസ്ഥ വന്നെങ്കിൽ ഈമാൻ പൂർണ്ണമാവുള്ളൂ. അതിപ്പോ എങ്ങനെ ഉണ്ടാകുക? അവല അദുല്ലുക്കും, ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ, അലാ ശൈഇൻ, ഒരു മഹത്തായ കാര്യത്തിന്റെ മേൽ. അങ്ങനെ ഒരു അർത്ഥമുണ്ട്. ഷൈഇൻ എന്ന് പറഞ്ഞതിന് തഅലീമിന്റെ തൻവീനായിട്ട്, ഇനി അല്ലെങ്കിൽ അലാ ഷൈഇൻ, ചെറിയ ഒരു കാര്യത്തിന്റെ മേൽ എന്ന് പറഞ്ഞാൽ സ്ഥാനം കൊള്ള നോക്കുമ്പോൾ വളരെ മഹത്തായതും അധ്വാനം കൊള്ള നോക്കുമ്പോൾ വളരെ ചെറുതും. അപ്പോ അലാ ഷൈഇൻ എന്ന് പറഞ്ഞോടത്ത് തൻവീനിന് രണ്ടർത്ഥം കൊടുക്കാം. വളരെ ചെറിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ പ്രവർത്തിക്കാൻ അത്രയും എളുപ്പമുള്ള നിസ്സാര കാര്യം എന്നർത്ഥം അല്ല, വളരെ മഹത്തായ ഒരു കാര്യം എന്ന് അങ്ങനെയും വെക്ക. കാരണം അതിന്റെ സ്ഥാനം അത്ര ഉണ്ട്. എന്താണ് ആ കാര്യം? ഇദാ ഫഅൽതുമൂഹു, ആ ഒരു കാര്യം നിങ്ങൾ ചെയ്താൽ തഹാബബതും, നിങ്ങൾക്ക് പരസ്പരം മഹബത്തുണ്ടായിത്തീരും. അപ്പൊ സ്വർഗത്തിൽ കിടക്കണമെങ്കിൽ ഈമാൻ വേണം, ഈമാൻ പൂർണ്ണമാകണമെങ്കിൽ മഹബത്ത് വേണം. മഹബത്ത് ഉണ്ടായിത്തീരണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ചെറിയൊരു കാര്യമുണ്ട്, അത് നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് പരസ്പരം മഹബത്ത് ഉണ്ടായിത്തീരും. എന്താവുന്നു ആ കാര്യം? അഫ്ശുസ്സലാമ ബൈനക്കും, നിങ്ങൾക്കിടയിൽ നിങ്ങൾ സലാമിനെ ഇഫ്ശാ ചെയ്യുക. ഇന്ന് നമ്മൾ ചെയ്യാത്ത കാര്യം അതാ, ഇഫ്ശാ ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിനങ്ങോട്ട് പരത്തുക, പ്രചരിപ്പിക്കുക എന്നർത്ഥം. നിരന്തരം സലാം വർദ്ധിപ്പിക്കണം, അപ്പോഴേ ഇഫ്ശാഉസ്സലാമാവുള്ളൂ. പരസ്പരം സലാം പറയാന്നല്ല ഇഫ്ശാഉസ്സലാമിന്റെ അർത്ഥം, സലാമിനങ്ങോട്ട് വർദ്ധിപ്പിക്കുക. മഹാന്മാരായ സ്വഹാബാ കിറാമുകളെ സംബന്ധിച്ച് പറയുന്നതാണ്, രണ്ടാളുകൾ ഇങ്ങനെ ഒന്നിച്ച് നടന്നു പോകുന്നതിനിടയിൽ വഴിയിൽ ഒരു മരം വന്നു. ആ മരത്തിന്റെ ഇടതുഭാഗത്തിലൂടെ ഒരാളും വലതുഭാഗത്തിലൂടെ ഒരാളും കടന്ന് ആ മരം അപ്പുറം കടന്ന് രണ്ടാമത് അടുത്തെത്തുമ്പോൾ സലാം പറയും. അതുപോലെ തന്നെ രണ്ടാൾ ഒന്നിച്ചു പോകുമ്പോൾ ഒരാൾ എന്തോ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് പിന്നോട്ട് തിരിഞ്ഞു നോക്കേണ്ടി വന്നു. പിന്നോട്ട് തിരിഞ്ഞ് രണ്ടാമത് മുന്നോട്ട് തിരിഞ്ഞ് നടക്കാൻ തുടങ്ങുമ്പോൾ വീണ്ടും സലാം പറയും. ഈ നിലക്ക് കാണുമ്പോഴൊക്കെ നിരന്തരം സലാം, അത് പരസ്പരം മഹബത്തുണ്ടാക്കുന്ന സംഗതിയാവുന്നു. ഇന്ന് നമ്മൾക്കുണ്ടോ ആ പരിപാടി? ആകെ എപ്പോഴെങ്കിലും ഒരിക്കൊന്ന് പറഞ്ഞെങ്കിൽ തന്നെ അതിനെന്തെങ്കിലും കാശ് കൊടുക്കണം. ഇനി അഥവാ പറഞ്ഞാലോ സലാം മടക്കുന്ന ഏർപ്പാട് മറ്റിട്ട് ആ സംഭവം തന്നെയല്ല. നാട്ടിൽ അവിടെ എവിടെയൊക്കെ ഉണ്ടാവും. ഗൾഫിലെത്തിയതോടുകൂടി ആ സംഭവം പോയി. സലാം പറയും, പക്ഷെ സലാം മടക്കൂല. വല്ലാത്തൊരു മുസീബത്ത്. എന്താ അതിന് കാട്ടുക? അതൊക്കെ വിശദമായി പറയേണ്ടതായിരുന്നു, അതിന് സമയമല്ല. ഇന്ന് നിങ്ങൾക്കാർക്കെങ്കിലും പരിചയമുള്ളവരുണ്ടോ പറഞ്ഞില്ല. ഒരു ഉസ്താദ് ശിഷ്യനോട് സലാം പറഞ്ഞാലും, ജ്യേഷ്ഠൻ അനുജനോട് സലാം പറഞ്ഞാലും, ബാപ്പ മകനോട് സലാം പറഞ്ഞാലും വരെ സലാമലൈക്കും അല്ലെങ്കിൽ അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാഹി സലാം. ചിലർ പറയും സലാം. അങ്ങനെയൊന്നും പറഞ്ഞാൽ സലാം മടങ്ങലാവൂല. നരകത്തേക്ക് ഇങ്ങനെ പോകാനുള്ള വാതിൽ തുറന്നു നിൽക്കല. കാരണം എന്താ? സലാം പറയുന്ന സുന്നത്തേ ഉള്ളൂ, മടക്കൽ വുജൂബാണ്. അതിന് വഅലൈക്കുമുസ്സലാം എന്ന് ചുരുങ്ങിയത് പറഞ്ഞെങ്കിലേ ഫർള് വീടുള്ളൂ. റഹ്മത്തുള്ളാഹി ബറകാതുഹു മഗ്ഫിറത്തുഹു ഒക്കെ പറയണമെന്ന് പറയുന്നുണ്ട് ഈ കിതാബിൽ. അതൊക്കെ സുന്നത്താണ്. വഅലൈക്കുമുസ്സലാം എന്ന് വാവ് കൂട്ടി അലൈക്കും കൂട്ടി വഅലൈക്കുമുസ്സലാം എന്ന് ചുരുങ്ങിയത് പറയണം. ആയിക്ക് പറഞ്ഞാൽ സലാം അടങ്ങൂല. ഇവിടെ ഈ അറബിയൊക്കെ ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. ഞങ്ങളെ സൗദി അറേബ്യയിലൊക്കെ ഓരോ നാട്ടുകാരല്ലാത്തവരൊക്കെ കാഫിറാണ് എന്നൊരു വിശ്വാസം. അതുകൊണ്ട് ഇന്ത്യയിലോ അതുപോലുള്ള അജ്നബികളായ ആളുകൾ, അജ്നബി എന്ന് പറഞ്ഞാൽ തന്നെ ഇസ്ലാമിൽ കാഫിറുമാ, ഇസ്ലാമിന്റെ പുറത്തുള്ളവരുന്ന പുറംനാട്ടുകാരെ സംബന്ധിച്ച് അജ്നബി എന്ന് ഇവർ പറയുകയും ഇവർ നാട്ടുകാരല്ലാത്തവരൊക്കെ കാഫിറാണെന്ന് വിശ്വസിക്കുകയും ചെയ്യുന്നത് കൊണ്ട് ഈ അജ്നബികൾ എന്ന് അവര് പറയുന്ന ആളുകൾ സലാം പറഞ്ഞാൽ ചിലവര് ഹലാഹല എന്ന് പറയും, തീരെ കൊടുക്കൂല, ഹലാഹല എന്ന് മാത്രം പറയും. വേറെ ചിലരെന്ത് പറയും? സലാം എന്ന് പറയും. ഇങ്ങനെ പറയുന്നതിന്റെ കാരണം എന്താന്ന് വെച്ചാൽ നമ്മൾ കാഫറാണ്, കാഫറിന് സലാം അടക്കി കൂടാന്നുള്ള ആൾക്കാ. അതേ സമയത്ത് ഒരു അറബി മറ്റൊരു അറബിയോട്, അഥവാ സൗദി ആണെങ്കിൽ ഒരു സൗദി മറ്റൊരു സൗദിനോട് അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ അത് ഏതാളാണെങ്കിലും ബാഹ്യമായിട്ട് വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി എന്നോ വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്ന് പറയും. അവൻ തന്നെ ഈ ഇന്ത്യ പോയിട്ട് അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ ഹലാ ഹലാ എന്ന് പറയുന്നത്, അലൈക്കും സലാം എന്ന് പറയുന്നത്.
ഇത് കേട്ടിട്ട് നമ്മളാളുകൾ എന്താക്കി, സ്വന്തം ഉസ്താദാണ് സലാം പറഞ്ഞെങ്കിലും മടക്കുമ്പോൾ സലാം പറയും. അത് പോരാ, നമ്മളെ നരകത്ത് പോകുന്നതുകൊണ്ട് ഹറാമിന്റെ കുറ്റാണ്, അങ്ങനെ ചെയ്താൽ പോരാ. വഅലൈക്കും അസ്സലാം എന്നെങ്കിലും ചുരുങ്ങിയത് പറയണം. ഇവിടെ വന്നിട്ട് ഈ അറബി നാട്ടിൽ വന്നിട്ട് പഠിച്ച ഏറ്റവും വലിയ ദുസ്വഭാവങ്ങളിൽപ്പെട്ട ഒരു സ്വഭാവമാണ് സലാം മടക്കുന്നിടത്ത് വന്ന ഈ ഭീമമായ അബദ്ധം. അതെ, വരട്ടെ, വിശദീകരിക്കാൻ സമയമില്ലല്ലോ. അസ്സലാമു അലാ മുസ്ലിമിൻ, ഒരു മുസ്ലിമായ മനുഷ്യന്റെ മേൽ സലാം ചൊല്ലൽ. എപ്പോ സലാം ചൊല്ല? ഇൻദൽ ഇഖ്ബാലി, മുന്നിട്ട് വരുന്ന സമയത്തും, വൽ ഇൻസിറാഫി, പിരിഞ്ഞു പോകുന്ന സമയത്തും. ഒരു സഭയിലേക്ക് അല്ലെങ്കിൽ ഒരാളെ അടുത്തേക്ക് ഇങ്ങോട്ട് വരുന്നു, വന്നു കയറുന്ന സമയത്ത് സലാം പറയാം. ഇനി ആ സഭ പിരിഞ്ഞ് അല്ലെങ്കിൽ ആ വ്യക്തിയുമായി വേർപിരിഞ്ഞ് വിട്ടുപോവുകയാണ്, ഈ രണ്ട് സമയത്തും സലാം പറയൽ സുന്നത്തുൻ, സുന്നത്താ. വരുമ്പം പറയലും പോകുമ്പോ പറയലും രണ്ടും സുന്നത്താ. എങ്ങനത്തെ സുന്നത്ത്? ഐനൻ ലിൽ വാഹിദി, ഒരു വ്യക്തിയാണുള്ളതെങ്കിൽ സുന്നത്ത് ഐനാണ്, അവന്റെ മേൽ വ്യക്തിപരമായ കടമയാണ്. വകിഫായത്തൻ, സുന്നത്ത് കിഫായത്താണ്. ഫർദ് കിഫായത്തും ഫർദ് അതിനുള്ളതുപോലെ തന്നെ സുന്നത്ത് ഐനും സുന്നത്ത് കിഫായത്തും ഉണ്ട്. ഒരാളാണ് വരുന്നത്, ഒരാളാണ് പോകുന്നത്, എന്നാൽ അയാൾ സലാം പറയൽ അയാൾക്ക് സുന്നത്ത് ഐന്. അല്ല, ഒരു സംഘം ആളുകൾ വരികയാണെങ്കിലോ അതിൽപ്പെട്ട ആരെങ്കിലും ഒരാൾ പറഞ്ഞാലും കടം വീടും, സുന്നത്ത് കിഫായ. തിരിച്ചു പോകുന്നത് കുറെ ആളുകൾ ഒന്നിച്ചാണ്, അതിൽ ഒരാൾ പറഞ്ഞാൽ കടമ വീടും. ഇങ്ങനെ അപ്പൊ സുന്നത്ത് ഐനായിട്ടും വരും, സുന്നത്ത് കിഫായത്തായിട്ടും വരും. പറയൽ സുന്നത്താണ്. തന്നെയല്ല, കൂട്ടത്തിൽ അപൂർവങ്ങളിൽപ്പെട്ട ഒരു സംഭവമാണത്. ഫർളും സുന്നത്തും തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ ഫർളിന് സുന്നത്തിനേക്കാൾ 70 മടങ്ങ് പ്രതിഫലം കൂടും. എന്നാൽ സലാം പറയുകയും മടക്കുകയും ചെയ്യുന്നിടത്ത് നേരെ വിപരീത. സലാം പറയൽ സുന്നത്താണ്, മടക്കൽ വുജൂബാണ്. പക്ഷേ സലാം പറയുന്നതിന്റെ അത്രയും പ്രതിഫലം കിട്ടുന്നില്ല മടക്കുന്നതിന്. അപ്പോൾ സുന്നത്തിനാണ് ഇവിടെ വുജൂബിനെക്കാട്ടിലും പ്രതിഫലം. വറദ്ദുഹു, സലാം പറയൽ സുന്നത്ത്. ഒരാളാണെങ്കിൽ സുന്നത്തായിനും ഒരു സംഘം ആളുകളുണ്ടെങ്കിൽ സുന്നത്ത് കിഫായത്തും. എന്നാൽ വറദ്ദുഹു, സലാമിനെ മടക്കൽ, എന്നാൽ ഒരു മുസ്ലിമായ മനുഷ്യൻ മറ്റൊരു മുസ്ലിമായ മനുഷ്യന്റെ മേൽ സലാം ചൊല്ലിയാൽ ഈ സലാം കേട്ട മനുഷ്യൻ, പറഞ്ഞ മനുഷ്യന് സലാം മടക്കൽ വാജിബുൻ ഐനൻ, ഫർദ് ഐനാണ്. അലൽ വാഹിദി, സലാം ചെല്ലപ്പെട്ട വ്യക്തി ഒരാളാണ് എങ്കിൽ അയാളെ സംബന്ധിച്ച് സലാം മടക്കൽ ഫർദ് ഐനാണ്. വകിഫായത്തൻ, ഫർദ് കിഫായിയാണ്. അലൽ ജമാഅത്തി, ഒരു സംഘം ആളുകളുടെ മേലാണ് സലാം പറയപ്പെട്ടതെങ്കിൽ, ഒരാൾ വന്ന് സലാം പറഞ്ഞ ഒരു സംഘക്കാരോട്, എന്നാൽ ഫർദ് കിഫായത്ത്, ആരും അടക്കിയാലും മതി, എല്ലാവരും അടക്കിയാൽ എല്ലാവർക്കും കൂലി കിട്ടും, ഒരാൾ മടക്കിയാൽ തന്നെ കടമ വീടും. ഇവിടെ രണ്ടോടത്തേനും ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ, സലാം പറഞ്ഞ സുന്നത്ത് കിട്ടണമെങ്കിൽ പറയപ്പെട്ട വ്യക്തി സലാം വ്യക്തമായി കേൾക്കണം. ഒന്ന് മോളിയാ പോരാ, അസ്സലാമു അലൈക്കും എന്ന് വ്യക്തമായി പറയണം. ആ പറയുന്നത് സലാം ചൊല്ലപ്പെട്ട വ്യക്തി കേൾക്കണം. കേട്ടെങ്കിലേ സലാം മടക്കൽ വുജൂബാവുള്ളൂ. ആ മടക്കുന്നു അങ്ങനെ തന്നെ, അയാൾ മടക്കിയാ മനസ്സുകരിച്ചാ പോരാ. ഈ സലാം ചൊല്ലിയ വ്യക്തി കേൾക്കത്തക്ക നിരക്ക് തന്നെ മടക്കുകയും വേണം. അപ്പോഴേ സലാം പറഞ്ഞ സുന്നത്തും കിട്ടുള്ളൂ, സലാം മടക്കിയ ഫർദും വീടുള്ളൂ. അതെ, പറയൽ സുന്നത്തും മടക്കൽ ഫർദുമാണ് പറഞ്ഞല്ലോ. എന്നാ എങ്ങനെയാണ് സലാം പറയേണ്ടത്? വൽ അഫ്ളലു ഫിൽ ഇബ്തിദാഇ, സലാം തുടങ്ങുന്നതിലും ഏറ്റവും അഫ്ളല്, വറദ്ദി, സലാം മടക്കുന്നതിലും ഏറ്റവും അഫ്ളല്. എന്നാ സലാം പറയുന്ന രൂപത്തിലും സലാം മടക്കുന്ന രൂപത്തിലും ഏറ്റവും അഫ്ളലായത് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു വമഗ്ഫിറതുഹു എന്ന് പറയലാണ് ഏറ്റവും അഫ്ളൽ. അതിന് ഓരോന്ന് കുറയും തോറും ഓരോരോ ഫളീലത്ത് കുറഞ്ഞുകൊണ്ടിരിക്കും. ഒരാൾ അസ്സലാമു അലൈക്കും എന്ന് മാത്രം പറഞ്ഞു, അതിന് 10 ഹസനത്ത് കിട്ടും.
അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്ന് പറഞ്ഞാൽ പിന്നൊരു 10 കൂടി കിട്ടും. അപ്പൊ 20 ഹസനത്തായി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്ന് പറഞ്ഞാൽ ഹസനത്ത് പിന്നെയും കൂടി 10. പിന്നെ വഅഫറതുഹു എന്ന് കൂട്ടി പറഞ്ഞാൽ പിന്നെയും കൂടി 10. ഇങ്ങനെ ഹസനത്ത് കൂടിക്കൊണ്ടിരിക്കും. ഷമീമിന്റെ കാമ കാണുന്നുണ്ട്. പരിപാടി തുടങ്ങുന്ന സമയത്ത് കൈ ഉയർത്തണം, അപ്പം ഇവിടെ നിർത്തും. ലൈവ് പരിപാടി തുടങ്ങുന്നത് വരെ നമ്മുടെ ക്ലാസ് ഉണ്ടാവുള്ളൂ. അപ്പൊ എപ്പോഴാണോ ലൈവ് പരിപാടി തുടങ്ങുന്നത് അടുത്ത ഫാത്തിഹോദിദ്വാരക്കല് തുടങ്ങി ഏതായാലും പരിപാടി തുടങ്ങുന്ന സമയത്ത് ഉടനെ കൈവെക്കുക. അപ്പൊ നമ്മുടെ ദർസ് ഇവിടെ നിർത്തും ഇൻഷാ അല്ലാഹ്. മടക്കുന്നിടത്ത് വഅലൈക്കുമുസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു വമഗ്ഫിറതുഹു റായിന് ഫത്ഹ് കൊണ്ട് തന്നെ ശ്രദ്ധിച്ച് പറയാൻ എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ്. എന്താ ബർക്കാത്തുഹു എന്ന് റായിന് സുക്കും കൊണ്ട് ഈ ബർക്കത്ത് എന്ന് ചില ആളുകൾ ശ്രദ്ധിക്കാതെ പറയാറുണ്ട്. അങ്ങനെയല്ല, റായിന് ഫത്ഹ് കൊണ്ടാണ് എന്ന് പ്രത്യേകം ബർക്കത്തിന്റെ അവിടെ ഉണർത്തുന്നു. ഇനി വജിബു ഫിൽ റദ്ദി അലൽ അസമി, ചെവിടിന് കേൾവിക്കുറവുള്ള ആള്, അത്തരക്കാരായ ആളുകൾക്കാണ് സലാം അടക്കുന്നത്. ഒരു ചെവിട് നല്ലോണം ശരിക്ക് കേൾക്കാത്ത ഒരാൾ വന്നിട്ട് അസ്സലാമു അലൈക്കും എന്ന് സലാം പറഞ്ഞോട്ടിക്കോളി. അയാൾക്ക് സലാം അടക്കുകയാണെങ്കിൽ വാക്കാൽ കേട്ടാൽ വാക്കാൽ വഅലൈക്കുമുസ്സലാം എന്ന് പറയുകയും വേണം, കൈകൊണ്ട് ഇഷാറത്ത് ചെയ്യുകയും കൂടി വേണം. കാരണം എന്താ, അയാൾക്ക് ചെവിട് കേൾവി കുറവുള്ള ആളാണ്. ചിലപ്പോൾ തീരെ കേൾക്കാത്ത ആളാണ്, ചില വളരെ കുറഞ്ഞ കേൾവി മാത്രമുള്ള ആളാണ്. അപ്പൊ അയാൾക്കും ബോധ്യപ്പെടണം സലാം മടക്കി എന്ന്. ആ നിലക്ക് സലാം മടക്കുമ്പോ ഇഷാറത്തും ചെയ്യണം, വാക്കാൽ പറയുകയും വേണം. ഇനി വരെ വരൂ സല്ലമുൽ മുതലാഖിയാനി, രണ്ടാള് പരസ്പരം കണ്ടപ്പോൾ സലാം ചൊല്ലി. രണ്ടാളും ചൊല്ലി. ഇദ്ദേഹം മറ്റേയാൾക്കും ചൊല്ലി, മറ്റേ ആൾ ഇദ്ദേഹത്തിന് ഇങ്ങോട്ടും ചൊല്ലി. രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും അന്യോന്യം സലാം ചൊല്ലിയാൽ വജബ കുല്ലൻ, രണ്ടുപേർക്കും നിർബന്ധം തന്നെ അറദ്ദു, മടക്കുക. എന്നാൽ രണ്ടാളും ഞാൻ ആദ്യം ചെല്ലണം എന്നുള്ള ആഗ്രഹത്തിൽ ഉത്സാഹിച്ചുകൊണ്ട് ആദ്യമാണ് പറയാം, രണ്ടാളും ഒപ്പായിപ്പോയി പറഞ്ഞത്. എന്നാൽ രണ്ടാളും മടക്കുക. എന്നാൽ ഇയാളുടെ സലാം മറ്റാളും, മറ്റാളുടെ സലാം ഇയാളും അന്യോന്യം മടക്കുക. അല്ലാതെ സലാം കൊണ്ട് മതിയാക്കരുത് നഷ്ടം. ഇനി വയുസന്നു, സുന്നത്താക്കപ്പെടും, ഇർസാലുസ്സലാമി, സലാം പറഞ്ഞേക്കൽ. എങ്ങനെ ആർക്ക് ഇളിവായിബിൻ, സ്ഥലത്ത് ഇല്ലാത്ത ആൾക്ക്. സ്ഥലത്ത് ഇല്ലാത്ത ആൾക്ക് സലാം പറഞ്ഞേക്ക. നമ്മള് ഒരാളിപ്പോ മദീന സിയാറത്തിന് പോവുകയാണ്, ഒട്ടിക്കോളി സിയാറത്തിന് പോവുക, നമ്മള് സുഹൃത്തിന് ആണ്. അപ്പൊ കണ്ടപ്പോ എന്ത് പറഞ്ഞു, ഞാനിങ്ങനെ സിയാറത്തിന് പോവുകയാണ്, നിങ്ങൾ ദ്വാരക്കണം തന്നെ, അല്ലാഹുതആല ബർക്കത്ത് ചെയ്യട്ടെ, നല്ല നിലക്ക് യാത്രയും സിയാറത്തും ഒക്കെ അല്ലാഹുതആല നല്ല നിലക്ക് പൂർത്തിയാക്കാൻ തൗഫീഖ് ചെയ്യട്ടെ. ദ്വാരന്നിട്ട് പറഞ്ഞു, എനിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അൽവറത്തിൽ നിന്ന് ഒരു അസ്സലാമു അലൈക്കും പറയണം എന്ന് പറഞ്ഞേക്ക. ഇനി അതല്ല, ജേസനും അഞ്ചനും വിദേശത്തുണ്ട്, ജേസൻ നാട്ടിൽ പോകുക, അപ്പൊ അഞ്ചൻ പറഞ്ഞ് എന്റെ സലാം ഉമ്മാക്കും വാപ്പാക്കും എന്റെ സലാം പറയണം എന്നിങ്ങനെ പറഞ്ഞയച്ചു. അങ്ങനെ പറഞ്ഞേക്കൽ എങ്ങനെയാവാം? റസൂലിൻ, ഒരു ദൂതനെ കൊണ്ട്. ബഹുമാനപ്പെട്ട ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു ഖലീഫയായിരുന്ന സമയത്ത് അദ്ദേഹത്തിന് ഡമസ്കസിൽ നിന്നിട്ട് എപ്പോഴും മദീനത്തിൽ വരാൻ പറ്റാത്തത് കൊണ്ട് മാസത്തിൽ ഒരിക്കലെങ്കിലും മദീന ഷരീഫിലേക്ക് വരുന്ന ആളുകളെ സലാം പറഞ്ഞയക്കുമായിരുന്നു. അല്ലെങ്കിൽ അതിനായി ഒരാളെ ഡമസ്കസിൽ നിന്നും മദീനയിലേക്ക് സലാം പറയാൻ വേണ്ടിയിട്ട് അയക്കുമായിരുന്നു. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സിയാറത്തിന് പോകുന്ന ആളോട് സലാം പറഞ്ഞ് അയക്കുന്നതും, അല്ലെങ്കിൽ ജീവിച്ചിരിക്കുന്ന ആളുകളുടെ അടുത്തേക്ക് പോകുന്നവർക്ക് പോലും സലാം പറഞ്ഞയക്കലും രണ്ടു. അത് ആള് മുഖേനയാവാം, ഔ ബി കിതാബിൻ, എഴുത്തു മുഖേനയാവാം. കത്തയക്കുമ്പോൾ സലാം പറഞ്ഞേക്കാം. അങ്ങനെ എഴുത്തു മുഖേനയോ ആള് മുഖേനയോ സലാം പറഞ്ഞേക്കാവുന്നതാണ്. ആരാണെന്ന് ലവി കൊടുക്കുന്നത്? ആ കൈപൊക്കിയാളാ അല്ലല്ലോ, ഷമീമല്ലേ? ഷമീമുണ്ടല്ലോ അല്ലേ? അവിടെ ലീവിനാവുമ്പോ ഷമീമ കൈവെക്കുക, അല്ലെങ്കിൽ വേറെ ഡോക്ടർ ആണെങ്കിൽ ഡോക്ടർ കൈവെക്കുക.
ആരാന്ന് വെച്ചാൽ അവിടെ ലൈവിലാകുന്ന സമയത്ത് കൈമുക്കുക. കാരണം അവിടെ അങ്ങനെ സ്റ്റേജൊക്കെ വളരെ ജോറായിട്ടുണ്ട്. പക്ഷെ നാട്ടിലെ അസർ ജമാഅത്ത് കഴിഞ്ഞിട്ടല്ലേ പരിപാടി തുടങ്ങുള്ളൂ എന്നുള്ള ആൾക്കാ. അങ്ങനെ ആള് മുഖേന പറഞ്ഞയക്കുകയോ അതല്ലെങ്കിൽ എഴുത്തിലൂടെ സലാം പറഞ്ഞയക്കുകയോ ചെയ്താൽ ഈ സലാം എത്തിയ ആൾക്ക് സലാം മടക്കൽ വുജൂബാ. പറഞ്ഞൊരു സുഹൃത്തിന് നമ്മൾ സലാം പറഞ്ഞയച്ചു, ഈ വിവരം അവിടെ ചെന്നിട്ട് ഇന്ന ആള് നിങ്ങൾക്ക് അസ്സലാമു അലൈക്കും എന്ന് സലാം പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അപ്പോൾ തന്നെ അദ്ദേഹം സലാം മടക്കണം. ബിൽ ലഫ്ളി, വാക്കാൽ മടക്കണം. ഫിൽ അവ്വലി, ആളെ വിട്ട് പറഞ്ഞയച്ചോടത്ത്. ഒന്നാമത്തെ രൂപം പറഞ്ഞാടാ, സലാം പറയാൻ വേണ്ടിയിട്ട് ഒരാളെ ഏൽപ്പിച്ചു. ആ ഏൽപ്പിച്ച ആള് വന്നിട്ട് പറഞ്ഞു ഇന്ന ആള് നിങ്ങൾക്ക് അസ്സലാമു അലൈക്കും എന്ന് സലാം പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോ അദ്ദേഹം ഉടനെ സലാം മടക്കുക, വാക്കാൽ മടക്കുക. വബിഹി, വാക്കാലും മടക്കണം. അതല്ലെങ്കിൽ ലൗബിൽ കിതാബത്തി, അല്ലെങ്കിൽ എഴുത്തുകൊണ്ട് മടക്കണം. ഫിസാനി, എഴുത്ത് കൊടുത്തയച്ചോർത്ത്. ആളെ പറഞ്ഞയച്ചോർത്ത് വാക്കാൽ തന്നെ മടക്കൽ വുജൂബാണ്. ഇനി ആളെ പറഞ്ഞയച്ചല്ല എഴുത്തയച്ചക്കാണെങ്കിലോ ആ എഴുത്ത് വായിക്കുന്ന സമയത്ത് സലാം മടക്കുക, അല്ലെങ്കിൽ കത്ത് മറുപടി എഴുതുന്ന സമയത്ത് സലാം മടക്കുക. എഴുതിയച്ചോർത്ത് രണ്ടാലൊരു നിലക്ക്, പറഞ്ഞയച്ചോർത്ത് പറയുക തന്നെ വേണം. അതിന്റെ പുറമെ എന്തോ ബുറദ്വൻ, സലാം മടക്കണം, അത് നിർബന്ധമാണ്. അതിന്റെ പുറമെ സുന്നത്തുണ്ട് സലാം മടക്കൽ അലൽ മുബല്ലിഗി, ഈ സലാം എത്തിച്ച ആൾക്കും. ഇന്ന ആള് നിങ്ങൾക്ക് അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറയുമ്പോൾ വഅലൈക്കും അസ്സലാം എന്ന് പറയൽ വുജൂബ്. അതോടുകൂടി വഅലൈക വഅലൈഹിസ്സലാം എന്ന് പറയൽ സുന്നത്ത. അലൈക വഅലൈഹിസ്സലാം, സലാം എത്തിച്ച നിങ്ങൾക്കും സലാം പറഞ്ഞയച്ച അദ്ദേഹത്തിനും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മഹത്തായിരിക്കുന്ന സലാം ഉണ്ടാകുമാറാകട്ടെ എന്ന് മടക്കൽ സുന്നത്ത. വഅലൈക്കും അസ്സലാം എന്ന് മടക്കൽ എന്തായാലും വുജൂബ്, കൂട്ടത്തിൽ അലൈക്ക കൂടി കൂട്ടിപ്പറയൽ സുന്നത്ത്. എന്താ, ഈ കൊണ്ടുവന്ന ആൾക്കും വേണ്ട കാര്യം കിട്ടുക, അപ്പൊ അയാൾക്കും മടക്കുക, സലാം പറഞ്ഞ ആളുകൾക്കും മടക്കുക, രണ്ടാൾക്കും കൂടി മടക്കുക. വയഖൂലു മൻ ദഖല, വയഖൂലു പറയണം, മൻ ദഖല മഹല്ലൻ ഖാലിയൻ, ആളില്ലാത്തൊരു സ്ഥലത്തേക്ക് കയറി. ഇപ്പൊ ഉദാഹരണം, നമ്മൾ സ്വന്തം റൂമിലേക്ക്, റൂമിലാരുമില്ല, പുറത്തു പോയപ്പോ വാതിലടച്ച് പൂട്ടിപ്പോയതാ, വന്ന് തുറന്ന് റൂമിൽ കയറി കിടക്കുക, അല്ലെങ്കിൽ നമ്മളെ വീട് അടച്ച് പുറത്തെന്തോ ആവശ്യത്തിന് എല്ലാവരും കൂടി പോയതായിരുന്നു, രണ്ടാമത് വന്നിട്ട് വീട് തുറന്ന് കയറുകയാണ്, വീട്ടിന്റെ ഉള്ളിൽ ആരുമില്ല. അങ്ങനെ ആരും ഇല്ലാത്തൊരു സ്ഥലത്തേക്ക് പ്രവേശിക്കുമ്പോൾ പറയേണ്ടത് അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ. കേട്ടോ, അവിടെയും വേണം സലാം പറയാ. മുഅ്മിനീങ്ങളായ എല്ലാ സ്വാലിഹീങ്ങളായ അടിയാറുകളുടെ പേരിലും നമ്മുടെ പേരിലും അല്ലാഹുവിന്റെ സലാം ഉണ്ടാവട്ടെ. വയുസന്നു ഇൻദ തലാഖി, രണ്ടാളുകൾ പരസ്പരം കണ്ടുമുട്ടുമ്പോൾ സുന്നത്താക്കപ്പെടും സലാമു സഗീരിൻ അലാ കബീരിൻ, മുതിർന്ന ആളുകളുടെ മേലിൽ ചെറിയ ഒരു സലാം പറയാ. മറിച്ചാകൽ ഹറാമാണെന്നോ തെറ്റാണോ എന്നല്ലോ, അതിന്റെ അദബ് അങ്ങനെയാണ്. സലാം പറയുന്നതിന്റെ അദബ്, രണ്ടാൾ ഒരുപോലെ കണ്ടുമുട്ടുമ്പോൾ ഇദ്ദേഹത്തിന് മറ്റേയാൾക്കും പറയാം, മറ്റേയാൾക്ക് ഇദ്ദേഹത്തിന് ഇങ്ങോട്ടും പറയാലോ. അവിടെ മുതിർന്ന ആളുകൾക്ക് ചെറിയ ഒരു സലാം പറയലാണ് നല്ലത്. അത് എങ്ങനെ മുതിർന്നത്? വയസ്സുകൊണ്ടാകാം, ഇൽമു കൊണ്ടാവാം, സ്ഥാനം കൊണ്ടാവാം, ഒക്കെ ആവാം. വമാഷിൻ അലാ വാഖിഫിൻ, നടന്നു വരുന്ന ഒരാള് നിൽക്കുന്ന ആളോട് സലാം പറയാം. ഒരാൾ ഇങ്ങനെ നിൽക്കുക, അതിന്റെ അടുത്തേക്ക് വേറൊരാൾ ഇങ്ങനെ നടന്നു വരികയാണ്. എന്നാൽ ഈ നിൽക്കുന്ന ആൾക്ക് നടന്നു വരുന്ന അങ്ങോട്ട് പറഞ്ഞുകൂടായില്ല, പക്ഷേ അവിടുത്തെ അദബ് സുന്നത്ത് ഈ വരുന്ന ആള് ഇവിടെ നിൽക്കുന്ന ആൾക്ക് പറയലാണ്. വറാക്കിബുൻ അലാ ഗൈറി റാക്കിബിൻ, ഒരാൾ വാഹനത്തിൽ യാത്ര ചെയ്യാം, അങ്ങനത്തെ വാഹനത്തിൽ യാത്ര ചെയ്യുന്ന ആള് സലാം പറയാ. വാഹനത്തിൽ യാത്ര ചെയ്യുന്ന അല്ലാത്ത അവിടെ നിൽക്കുന്നവനോടാവാം, കാൽനടയായിട്ട് പോകുന്നവനോടാവാം, അവരോട് വാഹനക്കാർ പറയാം. ഇനി രണ്ട് സംഘങ്ങളാണെങ്കിൽ വഖലീലുൻ അലാ കസീരിൻ, ചെറിയ സംഘം അധികരിച്ച സംഘത്തിനോട് പറയാം. ഇതൊക്കെ
സുന്നത്ത് അഞ്ഞ് മറിച്ചായ തെറ്റുണ്ട് എന്നുള്ള അർത്ഥത്തിലല്ല. അങ്ങനെയാണ് സലാമിന്റെ അദബ് എന്നർത്ഥം. ഇനി വൽവാരിദു കടന്നു വരുന്ന ആള് യുസല്ലിമു സലാം ചൊല്ലണം അലാമൻ വറദ അലൈഹി ആരടുത്തേക്കാണോ വരുന്നതെങ്കിൽ അവർ എന്ന് പറഞ്ഞാൽ ഒരാൾ ഒരു സ്ഥലത്തുള്ളടത്തേക്ക് മറ്റൊരാളുകൾ വരികയാണ്, എന്നാൽ ആ വരുന്ന ആൾ തന്നെ സലാം പറയണം. അവിടെ മുത്തലക്കൻ ഒരാട് വലിയ ആളെന്നോ ചെറിയ ആളെന്നോ അധികരിച്ചതെന്നോ കുറഞ്ഞതെന്നോ ഒന്നും വ്യത്യാസമില്ല. രണ്ടാളും ഒരുപോലെ പരസ്പരം കണ്ടുമുട്ടുമ്പോഴാണ് ആദ്യം പറഞ്ഞത് മുതിർന്ന ആളോട് ചെറിയ ആളുകൾ പറയണമെന്നും അതുപോലെ തന്നെ വാഹനത്തിൽ പോകുന്നവരോട് അല്ലാത്തവരോട് പറയണമെന്നും നടക്കുന്നവൻ നിൽക്കുന്നവരോട് പറയണമെന്നും കൂടുതലുള്ളവരോട് കുറച്ചുള്ള ആളുകൾ പറയണം എന്നൊക്കെ പറഞ്ഞത് പരസ്പരം കണ്ടുമുട്ടുമ്പോഴാണ്. ഒരു കൂട്ടർ ഇവിടെ ഉള്ളതാ, അവിടത്തേക്ക് വേറെ കൂട്ടർ വരികയാണെങ്കിൽ ആ വരുന്നവർ തന്നെയാണ് പറയേണ്ടത്. ഇവിടെ ഉള്ള ഒരാളും വന്ന ഒരു സംഘമാണെങ്കിൽ തന്നെയും അങ്ങനെ, അല്ലെങ്കിൽ ഇവിടെ ഉള്ള കുട്ടികളാണ് വരുന്ന ആൾ മുതിർന്ന ആളാണ് എന്നാലും അങ്ങനെ തന്നെ. ഇനി എപ്പോഴും ചർച്ച വരുന്ന എന്നും ചോദ്യം ആവർത്തിക്കപ്പെടുന്ന ഒരു വിഷയമാണ് പറയാൻ വയഹറുമു ഹറാമാകും സലാമു മുസ്തഹാത്തിൻ കണ്ടാൽ വികാരം ജനിക്കുന്ന തരത്തിലുള്ള സ്ത്രീകൾ സലാം ചൊല്ലൽ മുൻഫരിദത്തിന് ഒറ്റക്കാണെങ്കിൽ കണ്ടാൽ ലൈംഗികമായി താല്പര്യം തോന്നുന്ന പ്രായത്തിലുള്ള ഒരു സ്ത്രീ ഒറ്റക്കാണെങ്കിൽ സലാം ചൊല്ലൽ ഹറാമാണ്. ഇനി വറദ്ദുഹ അങ്ങനെയുള്ള കണ്ടാൽ വികാരം ജനിക്കുന്ന പ്രായത്തിലുള്ള ഒറ്റക്കുള്ള ഒരു സ്ത്രീ സലാം മടക്കലും ആരുടെ പേരിൽ അല്ലെങ്കിൽ ആരുടെ അലാ അജ്നബിയിൻ ഒരു അന്യപുരുഷന്റെ പരസ്പരം വിവാഹബന്ധം ഹറാമായ മഹറമോ ഭർത്താവോ അല്ലാത്ത ഒരു പുരുഷൻ ഒറ്റക്ക് ഒരു സ്ത്രീ മുസ്തഹാത്തായ ഒരു സ്ത്രീയോട് സലാം ചൊല്ലിയാൽ അത് മടക്കൽ അവൾക്ക് ഹറാമാണ്. ഇനി ഇങ്ങനെ മഹറമല്ലാത്ത ഒരു പുരുഷനോട് ഒരു മുസ്തഹാത്തായിരിക്കുന്ന സ്ത്രീ സലാം പറയലും ഹറാമാണ്. അപ്പൊ ഈ പെണ്ണ് പറയലും ഹറാമാണ്, പുരുഷൻ പറഞ്ഞാൽ മടക്കലും പെണ്ണിന് ഹറാമാണ്. തിരിച്ചാണെങ്കിലോ വയുക്റഹു സലാമുഹു ഇങ്ങനെ മുസ്തഹാത്തായ ഒറ്റക്കുള്ളൊരു പെണ്ണിന്റെ പേരിൽ പുരുഷൻ സലാം ചൊല്ലൽ കറാഹത്താണ്. വറദ്ദുഹു അലൈഹ ഇങ്ങനെ മുസ്തഹാത്തായ ധരിച്ച ഒരു സ്ത്രീ ഒരു അന്യപുരുഷന് സലാം ചൊല്ലിയാൽ അവൾക്ക് വേണ്ടി അവൻ സലാം മടക്കലും കറാഹത്താണ്. അപ്പൊ പുരുഷൻ പെണ്ണിന് ചെല്ലൽ കറാഹത്ത്, പെണ്ണ് ചെല്ലിയാൽ പുരുഷൻ മടക്കൽ ഹറാമ്. തിരിച്ച് പെണ്ണ് അന്യപുരുഷൻ ഒറ്റക്കാണെങ്കിൽ സലാം ചൊല്ലൽ ഹറാമ്, പുരുഷൻ ചൊല്ലിയാൽ സ്ത്രീ സലാം മടക്കലും ഹറാമ്. അപ്പൊ ചെല്ലലും മടക്കലും പെണ്ണിന് ഹറാമാണ്, ചെല്ലലും മടക്കലും പുരുഷന് കറാഹത്താണ്. എപ്പോ മുസ്തഹാത്താണ്, അന്യവണ്ണാണ്, ഒറ്റക്കാണ് എങ്കിൽ. ഇനി മുസ്തഹാത്തല്ല, അതല്ലെങ്കിൽ മഹറമാണ്, അതെങ്കിൽ ഒരു സംഘമുണ്ട്, എന്നാൽ ഈ ഹറാമില്ല. ഇനി വലായുന്തബുസ്സലാമു സലാം പറയൽ സുന്നത്താക്കപ്പെടുകയില്ല അലാ ഫാസിഖിൻ ഫാസിഖ് പരസ്യമായി വൻദോഷം ചെയ്യുന്നവൻ അല്ലെങ്കിൽ സ്ഥിരമായി ചെറുദോഷം പതിവാക്കുകയും പുണ്യകർമ്മങ്ങളിൽ മുഴുകി ജീവിക്കുന്ന ആളല്ലാതിരിക്കുകയും ചെയ്യുമ്പോൾ അങ്ങനെയുള്ള ഫാസിഖിനും മുബത്തദീങ്ങൾക്ക് സലാം ചൊല്ലലും ഫാസിഖീങ്ങൾക്ക് സലാം ചൊല്ലലും രണ്ടും സുന്നത്തില്ല. എന്നാ പിന്നെ പ്രശ്നം ആവും. ഈ ഫാസിഖായ ആള് തന്റെ കഫീലാണ് അല്ലെങ്കിൽ തന്റെ മുദീറാണ്. അയാൾക്ക് സലാം ചൊല്ലിയില്ലെങ്കിൽ തന്റെ നിലനിൽപ്പിനെ തന്നെ അത് പ്രതികൂലമായി ബാധിക്കുന്ന സാഹചര്യമുണ്ട്. അങ്ങനെ വന്നാൽ അതല്ലെങ്കിൽ ആള് മുബത്തദിയാണെങ്കിലും തന്റെ മാനേജറാണ്, ബോസാണ്, അല്ലെങ്കിൽ കഫീലാണ്, അയാൾക്ക് സലാം ചൊല്ലാതിരുന്നാൽ അല്ലെങ്കിൽ അയാൾ സലാം ചൊല്ലിയാൽ മടക്കാതിരുന്നാൽ അത് വലിയ പ്രശ്നത്തിനിടവരും എന്ന് കണ്ടാൽ അവിടെ സലാം ചൊല്ലാം. ആണോ ഇല്ല അലിഉദ്ദീൻ ഔ ഖൗഫി വസ്സദാ ഉദ്റുണ്ട് അല്ലെങ്കിൽ അത് മുഖേന വല്ല കുഴപ്പം വരും എന്ന് കണ്ടാൽ
സലാം പറയുകയും ചെയ്യാം, പറഞ്ഞാൽ മടക്കുകയും ചെയ്യാം. പക്ഷെ എന്ത് വേണം? ഫൻവി ബിസ്സലാം, അവിടെ സലാം കൊണ്ട് അവൻ കരുതേണ്ടത് ഇസ്മല്ലാഹി തആല, അള്ളാഹു തആലാന്റെ പേര് എന്നറിയാം. അസ്സലാമു പറഞ്ഞാൽ അള്ളാഹു തആല, അള്ളാന്റെ 99 അസ്മായിൽപ്പെട്ട ഒരു പേരാണല്ലോ അസ്സലാം എന്ന് പറയുന്നത്. അപ്പൊ അവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആലാന്റെ പേര് എന്ന് ഉദ്ദേശിക്കുക. അപ്പൊ എന്താ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ അള്ളാഹു അലൈക്കും റഖീബുൻ, അള്ളാഹു നിങ്ങളെ നിരീക്ഷിക്കുന്നുണ്ട്. ഇപ്പൊ ഇങ്ങനെ മുദീറായി അല്ലെങ്കിൽ കഫീലായി ബോസായി ചമഞ്ഞ് നടന്നോ? അള്ളാഹ് കാണുന്നുണ്ട്, നിന്നെയൊക്കെ പിടിച്ചിട്ട് അള്ളാഹു തആല കൈകാര്യം ചെയ്യും എന്നൊരു താക്കീതിന്റെ മായന മനസ്സ് കരുത്. അത് പുറത്തു പറയണമെന്നില്ല. അപ്പോ പറയാതിരിക്കലാണ് നല്ലത്. പക്ഷെ ചില പ്രത്യേക സാഹചര്യത്തിൽ പറയേണ്ടി വന്നാൽ മുബത്തദിയും ഫാസിഖുമാണെങ്കിൽ അവിടെ അസ്സലാമു അലൈക്കും അല്ലാഹു തആലയിൽ നിന്നുള്ള സലാമത്ത് നിങ്ങൾക്കുണ്ടാകട്ടെ എന്നല്ല അർത്ഥം. മറിച്ച് അല്ലാഹു തമ്പുരാൻ നിന്നെയൊക്കെ ശരിക്കും നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, നല്ലോണം സൂക്ഷിച്ചോ എന്നൊരു താക്കീതിന്റെ മായന മനസ്സ് കരുതിയിട്ട് പറയാം. ഇനി അതുപോലെ തന്നെ ഖാദി ഹാജത്തിൻ, മലമൂത്ര വിസർജനം ചെയ്തുകൊണ്ടിരിക്കുന്ന ആള്, ആ സമയത്ത് സലാം പറയൽ സുന്നത്താക്കപ്പെടൂല. മുജാമീൻ, അല്ലെങ്കിൽ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ മറ്റൊരാൾ കടന്നു വരുമ്പോൾ സലാം പറയാ, അത് സുന്നത്തില്ല. മുസ്തൻജിൻ, മലമൂത്ര വിസർജനം കഴിഞ്ഞ് ശൗചം ചെയ്യുന്ന സമയത്ത് ശൗചം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സലാം പറയൽ സുന്നത്തില്ല. വഖതീബിൻ, പള്ളിക്കെന്ന് ഖുതുബ ഓതിക്കൊണ്ടിരിക്കുകയാണ് ഖതീബ്, ആ ഖതീബ് ഖുതുബ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ ഒരാൾ കയറി വന്നാൽ അയാൾക്ക് സലാം പറയൽ സുന്നത്തില്ല. വമുസ്തമേഹി, ഖതീബിന് സുന്നത്തില്ലെന്ന് മാത്രമല്ല ഖുതുബ കേട്ടുകൊണ്ടിരിക്കുന്നവരുടെ മേൽ സലാം ചെല്ലലും സുന്നത്തില്ല. അതുപോലെ തന്നെ മുലബ്ബിൻ, ഹജ്ജിനോ ഉംറക്കോ ഇഹ്റാം ചെയ്തിട്ട് തൽബിയത്ത് ചൊല്ലുന്നു, ലബ്ബൈക ചൊല്ലുന്നു, അങ്ങനെ ലബ്ബൈക ചൊല്ലിക്കൊണ്ടിരിക്കുന്ന ആളോട് സലാം പറയലും സുന്നത്തില്ല. ഇനി നമുക്കൊക്കെ അറിയുന്ന ഒരു കാര്യം, പക്ഷേ അവിടെ അറിയായ്മയുണ്ട്. വആകിലിൻ ഫീ ഫമിഹി ലുഖ്മത്തുൻ, ഭക്ഷണം കഴിക്കുന്നവരോട് സലാം പറയൽ സുന്നത്തില്ല, തീരെ സുന്നത്തില്ല എന്നുള്ള. എങ്ങനെയുള്ള ഭക്ഷണം കഴിക്കുന്നവൻ? ഫീ ഫമിഹി ലുഖ്മത്തുൻ, അവന്റെ വായിൽ ഭക്ഷണത്തിന്റെ പിടി ഉണ്ടെങ്കിൽ, എന്നാൽ ഭക്ഷണം വായിലുണ്ട്, വായിലിട്ട് ചവച്ചുകൊണ്ടിരിക്കുകയാണ്, ആ സമയത്ത് സലാം പറയൽ സുന്നത്തില്ല. അല്ലാതെ ഭക്ഷണത്തിന്റെ ഇരിക്കുന്നതിൽ സലാം പറഞ്ഞുകൂടായില്ല എന്നർത്ഥം. വായിൽ ഭക്ഷണം ഉണ്ടാവുമ്പോൾ പറയാൻ സുന്നത്തില്ല. അതുപോലെ തന്നെ ഷാരിബിൻ ഫീ ഫമിഹി ജുറഅത്തുൻ, വായിൽ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുകയാണ്, ഈ വെള്ളം ഇറക്കാൻ വേണ്ടിയിട്ട് വായിൽ നിറച്ചിരിക്കുകയാണ്, ആ സമയത്ത് സലാം. അപ്പൊ വെള്ളമോ ഭക്ഷണമോ വായിലുണ്ടാവുമ്പോ സലാം പറയൽ സുന്നത്തില്ല. വമംഫിൽ അമ്മാമി, കുളിമുറിയിൽ ഉള്ളവനും. ഇപ്പത്തെ അമ്മാമല്ലോ, ഇപ്പത്തെ അമ്മാമ എന്ന് പറഞ്ഞാൽ കക്കൂസ് കം അമ്മാമ. അമ്മാമ എന്ന് പറഞ്ഞാൽ ശരിക്കും ബോംബെയിലൊക്കെ ഉണ്ട് ഇപ്പൊ. അതായത് ബാർബർ ഷോപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ചൂടുവെള്ളം കൊണ്ട് പ്രത്യേക സംവിധാനിച്ചിട്ടുള്ള കുളിമുറികൾക്കാണ് ഈ ഹമ്മാം എന്ന് പറയുന്നത്. ഇപ്പോ ബാത്റൂം കൂട്ടത്തിൽ എന്തുകൂടി വരികയാണ്? ഈ ടോയ്ലറ്റും കൂടി വരിക. ടോയ്ലറ്റ് കം ബാത്റൂമാണ് ഇപ്പോ ഹമ്മാം എന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാകാം. അതിനെ പറ്റിയല്ല പറയുന്നത്. കുളിമുറിയായിട്ടുള്ള ബാത്റൂം മാത്രമായിട്ടുള്ള ടോയ്ലറ്റ് അല്ലാത്ത ഹമ്മാം, ആ ഹമ്മാമിലുള്ളവരോടും സലാം പറയൽ സുന്നത്തില്ല. മറ്റേ പിന്നെ പറയേണ്ട ആവശ്യമില്ല. മറ്റേ മലമൂത്ര വിസർജനം ചെയ്യുന്ന സമയത്ത് അവിടെ ഉള്ളവരോട് ഏതായാലും വേണ്ട. ഇനി അല്ലാത്ത കുളിമുറി മാത്രമാണെങ്കിൽ പോലും അതിലും ഉള്ളവർക്ക് സലാം പറയൽ സുന്നത്തില്ല. വമുസല്ലിൻ, നിസ്കരിച്ചുകൊണ്ടിരിക്കുന്നവരോട് സലാം പറയലും സുന്നത്തില്ല. വമുഅദ്ദിനിൻ, ബാങ്ക് വിളിച്ചുകൊണ്ടിരിക്കുന്നവരോടും സലാം പറയൽ സുന്നത്തില്ല. വമുഖീമിൻ, ഇഖാമത്ത് നിർവഹിച്ചുകൊണ്ടിരിക്കുന്നവരോടും സലാം പറയൽ സുന്നത്തില്ല. അപ്പൊ ബാങ്ക് വിളിക്കുക, ഇഖാമത്ത് വിളിക്കുക, നിസ്കരിച്ചുകൊണ്ടിരിക്കുക, അവരോടൊന്നും സലാം ചെല്ലൽ സുന്നത്തില്ല. അതുകൊണ്ട് തന്നെ വല റദ്ദാലിഹിം, ഇങ്ങനത്തെ ഒരു മറ്റോൻ സലാം ചെല്ലിയാൽ മടക്കൽ മുജൂബില്ല. ഈ സുന്നത്തില്ല എന്നൊക്കെ പറഞ്ഞോടത്ത് സലാം മടക്കൽ ഉജൂബുമില്ല. ആർക്കൊഴിച്ചില്ല? മുസ്തമിൽ ഖതീബ്, ഖുതുബ ഓതുന്നത് കേട്ടുകൊണ്ടിരിക്കുന്നവന് സലാം പറയാൻ സുന്നത്തില്ല എന്ന് പറഞ്ഞു. പക്ഷെ ഒരാൾ പറഞ്ഞുപോയി, എന്നാൽ അയാൾ സലാം അടക്കണം. ഫയജിബു അലൈഹി, ഖുതുബ കേട്ടുകൊണ്ടിരിക്കുന്നവനോട് ഒരാൾ സലാം പറഞ്ഞാൽ സലാം അടക്കൽ സുന്നത്ത അല്ല ഉജൂബ. ഉൽ മുലബ്ബി, തൽബിയത്തിൽ നിന്നവരോട് സലാം പറയാൻ സുന്നത്തില്ലാന്ന്, അഥവാ ഒരാൾ ചെല്ലിയാൽ മടക്കൽ ഉജൂബ.
അവന് ഉജുമില്ല. വൽ മുലബി തെൽബിയത്തെ എല്ലുന്നവൻ, വല്ലാക്കിൽ ഭക്ഷിക്കുന്നവൻ, വശാരിബി കുടിക്കുന്നവൻ, ഒമൻ ഫിൽ അമ്മാമി കുളിമുറിയിലുള്ളവൻ, അവർക്കൊന്നും സലാം പറയൽ സുന്നത്തില്ലെങ്കിലും ഫയുസന്നു ലഹുമുർ റദ്ദു, മടക്കൽ സുന്നത്ത് തന്നെയാണ്. അപ്പോ ഖുതുബ കേൾക്കുന്നവന് സലാം പറഞ്ഞാൽ മടക്കൽ വുജൂബ്. തെൽബിയത്തെ എല്ലുന്നവനോടോ ഭക്ഷണം കഴിച്ച് വായിൽ ഭക്ഷണമോ വെള്ളമോ ഉള്ളവനോടോ ഹമ്മാമിലുള്ളവനോടോ സലാം പറഞ്ഞാൽ മടക്കൽ സുന്നത്ത്, വാക്കാൽ തന്നെ മടക്കൽ സുന്നത്ത്. നിസ്കരിക്കുന്നവൻ, ബാങ്ക് വിളിക്കുന്നവൻ, ഇഖാമത്ത് കൊടുക്കുന്നവൻ, ഡോക്ടർ ബുക്കിന് നിർത്താം കഴിഞ്ഞു. ഡോക്ടർ ഇതൊരു വലിയ ഉള്ളവർ വായിച്ചു കഴിഞ്ഞാലേ തീർന്നു. വയുക്റഹു ഹനിയുദ്ദഹിരി, സലാം പറയുന്ന കൂട്ടത്തിലും മടക്കുമ്പോഴും മുതുക് വളക്കൽ കറാത്താക്കപ്പെടും. അവിർറസി, അല്ലെങ്കിൽ തല കുനിക്കൽ സുന്നത്താക്കപ്പെടും. സലാം മടക്കിയാൽ മതി, തല കുനിക്കാനും വളയാനും നിൽക്കണ്ട. വതഖ്ബീലു ശർസിൻ ലിദുന്യാഹു, ദുന്യവിയായ സ്ഥാനമാനങ്ങളുടെ പേരിൽ ഒരു മനുഷ്യന്റെ കൈ പിടിച്ച് ചുംബിക്കല് അത് കറാത്ത, ദുന്യവിയായ സ്ഥാനത്തിന്റെ പേരിൽ കേട്ടോ. ദീനിയാണെങ്കിൽ സുന്നത്തിന്. വനുജിബ, സുന്നത്താക്കപ്പെടും. തഖ്ബീലുഹു, ഒരു മനുഷ്യനെ ചുംബിക്കല് ലിദീനിഹി, ദീനിന്റെ പേരിൽ വലിയ സൂഫി വര്യനാണ്, അല്ലെങ്കിൽ മഹാനായ ഒരു ഉസ്താദാണ്, അല്ലെങ്കിൽ ഒരു സയ്യിദാണ്, ഇങ്ങനെയൊക്കെ. അതല്ലെങ്കിൽ സഫരിൻ, ദീർഘയാത്ര കഴിഞ്ഞു വരികയാണ്. എന്നാൽ ആ ദീർഘയാത്ര കഴിഞ്ഞു വരുന്ന സമയത്ത് അങ്ങനത്തെ ആളെ കണ്ടാൽ ആൾ ചൂട്ടി പിടിക്കുക, ചുംബിക്കുകയൊക്കെ ചെയ്യും, സുന്നത്ത. വൽഖിയാമിലഹു, അങ്ങനെയുള്ള ആളുകൾ വരുമ്പോൾ സ്വീകരിക്കാൻ വേണ്ടി എഴുന്നേറ്റ് നിൽക്കലും നല്ലതാണ്. ഈ സ്വലാഹി, അല്ല സ്വാലിഹായ ഒരു മനുഷ്യ തങ്ങൾ പാപ്പ വരികയാണ്, അല്ലെങ്കിൽ ഒരു സൂഫി വര്യൻ വരികയാണ്, അതല്ലെങ്കിൽ ഒരു സ്വാലിഹായിരിക്കുന്ന ഒരു ഉസ്താദ് വരികയാണ്. ഇങ്ങനെയുള്ള സ്വാലിഹ്യങ്ങളെ കാണുമ്പോൾ എഴുന്നേറ്റ് നിൽക്കലും സുന്നത്തുണ്ട്. സ്വലാഹ് കൊണ്ടോ ഇൽമി ആലിമായതുകൊണ്ടോ ഔ വിലായത്തിഹി, അതല്ലെങ്കിൽ വലിയ അധികാരമുള്ളവനാണ്, അധികാര സ്ഥാനക്കാരെ ആ സ്ഥാനത്തിന്റെ പേരിൽ ബഹുമാനിക്കാം. ഔ വിലാദത്തിഹി, നല്ല അമ്മവാപ്പമാരാണ്, അല്ലെങ്കിൽ വല്യാപ്പ വല്യപ്പമാരാണ്. ഫാസാണെങ്കിൽ അയാളെ ബഹുമാനിച്ച് എഴുന്നേറ്റ് നിൽക്കേണ്ട ആവശ്യമില്ല. ഔ വാലിമൻ, അല്ലെങ്കിൽ അക്രമിയായ ഭരണാധികാരിയാണ്, എന്നാൽ അയാളെയും ബഹുമാനിച്ച് എഴുന്നേറ്റ്. അപ്പൊ അക്രമിയോ ഫാസിക്കോ അല്ലാതിരുന്നാൽ സ്വാലിഹീങ്ങളായ ആളുകൾ, അല്ലെങ്കിൽ ഇൽമിന്റെ പേരിൽ, അല്ലെങ്കിൽ അധികാരത്തിന്റെ പേരിൽ, അല്ലെങ്കിൽ മാതാപിതാക്കളായതിന്റെ പേരിലൊക്കെ എഴുന്നേറ്റ് നിൽക്കൽ, അതുപോലെ തന്നെ യാത്ര, ദീർഘയാത്ര കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ചുംബിക്കൽ എന്നിവ സുന്നത്ത. ഇന്ന് നാട്ടിൽ അറബികൾ പതിവാക്കുന്ന കാണുമ്പോഴൊക്കെ ചുംബിച്ച് മുത്തുക എന്ന് പറയുന്നത് അത് സുന്നത്തല്ല. ദുആ തുടങ്ങിയിട്ടുള്ളൂ, അതായത് മതിയാക്കി, നമ്മളെ പാടാൻ കഴിഞ്ഞോട്ടെ തീർത്തതാണ്. ഓക്കെ, കഴിഞ്ഞു, മതിയാക്കി. അപ്പോ എന്താന്ന് വെച്ചാൽ ഇന്നിപ്പോ തിരക്കായിട്ട് എടുക്കാൻ കാരണം നാളെ നമ്മുടെ ഖുലാസ ദർസ് പൂർത്തിയാക്കലും ബഹുമാനപ്പെട്ട ബാബുസ്താദിന്റെ നേതൃത്വത്തിലുള്ള ദുആവുമാണ്. അപ്പോ ഇത്ഖ് എന്നൊരു ബാബു ബാക്കിയുണ്ട്, അത് നാളെ ഓതാം. ഇന്ന് ഈ പാഠം ഓതാതെ പോയാൽ നാളെ പൂർത്തിയാക്കാൻ കഴിയില്ല. ഉസ്താദിനോട് നേരത്തെ പറഞ്ഞു വെച്ചതാണല്ലോ എന്നതുകൊണ്ടാണെന്ന് സമയം ഇല്ലെങ്കിലും ബർക്കത്തിന് വേണ്ടി ആ പാഠം പെട്ടെന്ന് ഓടിച്ചിട്ട് തീർത്തത് ഒരുപാട് വിശദീകരണം അർഹിക്കുന്ന പാഠമാണ്. ഏതായാലും ആട്ടെ, മതിയാക്കി. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖൈറാക്കുമാറാകട്ടെ. നല്ല മഹത്തായ സുന്നത്ത് ജമാഅത്തിനെ സംബന്ധിച്ച് ഏറ്റവും വലിയ ഇസ്സത്തും അഭിമാനവുമാവുന്ന നോളേജ് സിറ്റിയുടെ മഹത്തായ തറക്കല്ലിടൽ കർമ്മം മഹാന്മാരായ സാദാത്യങ്ങളും ആലിമീങ്ങളും സ്വാലിഹീങ്ങളും സുന്നത്ത് ജമാഅത്തിന്റെ ഹാദിമീങ്ങളും അതോടുകൂടി നേതാക്കളും മന്ത്രിമാരും ഒക്കെ പങ്കെടുക്കുന്ന പരിപാടിയാണ്. അല്ലാഹു തആല വമ്പിച്ച് വിജയമാക്കി തെരുമാറാകട്ടെ. സുന്നത്ത് ജമാഅത്തിന്റെ നാൾവഴിയിൽ ഒരു നാഴികക്കല്ലായി മുസ്ലിം സമുദായത്തിന്റെ, സുന്നത്ത് ജമാഅത്തിന്റെ ഇസ്സത്ത് വാനോളം ഉയർത്തിപ്പിടിക്കുന്ന ഒരു സംരംഭമാക്കി അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പരിപാടിയെ വിജയിപ്പിക്കുമാറാകട്ടെ. ബഹുമാനപ്പെട്ട ഉസ്താദ് അവർകൾക്കും അതുപോലെ തന്നെ താജുൽ ഉലമ തങ്ങൾ അവർകൾക്കും ഒക്കെ അല്ലാഹു തആല ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ആ മഹത്തായ തണലുകൾ ദീർഘകാലം അല്ലാഹു തആല നമുക്ക് നീട്ടിത്തരുമാറാകട്ടെ. അവരുടെ പിന്നിൽ അണിനിരന്ന് സുന്നത്ത് ജമാഅത്തിന് ഖിദ്മത്ത് ചെയ്യാൻ ഒക്കെ അല്ലാഹു തആല തൗഫീഖ് ചെയ്യുക.
ചെയ്യുമാറാകട്ടെ. ബിറഹ്മതിക യാ റഹ്മാൻ റഹീം.